ഹലോ എവരി വൺ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ 5th മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ. സോ നമ്മൾ ഓൾറെഡി 5th മൊഡ്യൂളിൻ്റെ സിലബസ് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്താണ്. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് പറഞ്ഞു, മെത്തേഡ് ഓഫ് ഇൻക്രീസിങ് എനർജി എഫിഷ്യൻ ഇൻ ബിൽഡിംഗ് പറഞ്ഞു, ഗ്രീൻ എഞ്ചിനീയറിംഗ് പറഞ്ഞു, സസ്റ്റൈനബിൾ അർബനൈസേഷൻ പറഞ്ഞു, സസ്റ്റൈനബിൾ സിറ്റി പറഞ്ഞു. സോ ലാസ്റ്റ് ടോപ്പിക്ക് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോടെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത ക്ലാസ് തൊട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. സസ്റ്റൈനബിൾ അർബനൈസേഷൻ, അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു സസ്റ്റൈനബിൾ സിറ്റി. ഒരു സസ്റ്റൈനബിൾ സിറ്റി ആവാൻ വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇത് റിലേറ്റ് ചെയ്ത ടോപ്പിക് തന്നെയാണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിനെ ഡിഫൈൻ ചെയ്യാം? A sustainable transportation system is one which fuel consumption, vehicle emission, safety, congestion and social and economic access are such levels that they can be sustained into the indefinite future without causing great or irreparable harm to future generation or people throughout the world. അപ്പോൾ എന്താണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷനിൽ ചെയ്യാനുള്ളത്? ഫ്യൂവൽ കൺസംഷൻ ചെയ്യണം, വെഹിക്കിൾ എമിഷൻസ് കുറയ്ക്കണം അല്ലേ, സേഫ്റ്റി, കൺജഷൻ ആൻഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ആക്സസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്? നമ്മൾ സിറ്റീസിൽ എങ്ങനെയാണ് സസ്റ്റൈനബിൾ അച്ചീവ് ചെയ്തത്, അതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എങ്ങനെ നമുക്ക് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ എനി ഫോം ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ഡസ് നോട്ട് യൂസ് നാച്ചുറൽ റിസോഴ്സസ്, മാക്സിമം നാച്ചുറൽ റിസോഴ്സിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടായിരിക്കണം ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. വാക്കിംഗ് ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടാണ്. ബൈക്ക് അല്ലാതെ സൈക്ലിംഗ് ആണ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ ടൈപ്സ്. കാർ വിത്ത് എക്കോ ഫ്യൂവൽ, അപ്പോൾ എക്കണോമിക്കലായിട്ടുള്ള ഫ്യൂവൽ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂവൽ യൂസ് ചെയ്യുന്ന കാർ എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണ്? ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ്. കാർ പൂൾ ആൻഡ് ടാക്സി വിത്ത് എക്കോ ഫ്യൂവൽ. എന്താണ് കാർ പൂൾ എന്ന് പറഞ്ഞാൽ? കാർ പൂൾ എന്ന് പറഞ്ഞാൽ കാറിനെ നമ്മൾ മ്യൂച്വലി ഷെയർ ചെയ്യുന്നതാണ്. ഒരു ഡ്രൈവർ ഉണ്ടാവും. അപ്പോൾ ആ ഡ്രൈവറെ കൂടെ ഷെയർ ചെയ്യുന്ന 4 പേരും ഡിഫറെൻ്റ് ആളുകളാണെങ്കിൽ 4 കാർ യൂസ് ചെയ്യുന്നതിന് ഒരൊറ്റ കാർ യൂസ് ചെയ്താൽ മതി. ഇതാണ് ഈ കാർ ഷെയറിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ കാർ പൂളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ടാക്സി വിത്ത് എക്കോ ഫ്യൂവൽ അല്ലേ, അതുപോലെ ബസ് വിത്ത് എക്കോ ഫ്യൂവൽ ആൻഡ് ട്രെയിൻ. ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ ടൈപ്സ് ഉണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ റെഫേഴ്സ് ടു എനി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ദാറ്റ് ഈസ് ഇൻ ഗ്രീൻ ആൻഡ് ഹാസ് ലോ ഇമ്പാക്റ്റ് ഓൺ ദി എൻവയോൺമെൻറ്റ്. ഓക്കെ, സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഇസ് ഓൾസോ അബൌട്ട് ബാലൻസിങ് അവർ കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. സോ എക്സാമ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാക്കിംഗ്, സൈക്ലിംഗ്, ട്രാൻസിറ്റ്, കാർ പൂളിംഗ്, കാർ ഷെയറിംഗ് ആൻഡ് ഗ്രീൻ വെഹിക്കിൾസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇമ്പാക്റ്റുകൾ നോക്കാം. ഇമ്പാക്റ്റുകൾ ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് എങ്ങനെയൊക്കെയാണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിന് എൻവയോൺമെൻറ്റൽ ഡയമെൻഷനും എക്കണോമിക് ഡയമെൻഷനും സോഷ്യൽ ഡയമെൻഷനും ഇമ്പാക്റ്റുകൾ വരുന്നത് നോക്കാം. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ തന്നെ അല്ലേ. നോയിസ് പൊല്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. സസ്റ്റൈനബിൾ അല്ലാത്ത വെഹിക്കിൾ യൂസ് ചെയ്യുമ്പോഴുള്ള എൻവയോൺമെൻറ്റൽ ഡയമെൻഷൻസ് ആണ് ഇതൊക്കെ. ക്ലൈമറ്റിൽ മാറ്റം വരും, പൊല്യൂഷൻസ് കൂടിക്കഴിഞ്ഞാൽ. ഹാബിറ്റാറ്റിൽ വ്യത്യാസം വരും. ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സസ്. ഇത്രയും എൻവയോൺമെൻറ്റൽ ഡയമെൻഷൻ ഫാക്ടേഴ്സാണ് എന്തിനുള്ളത്? സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്. എക്കണോമിക് ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ട്രാഫിക് കൺജഷൻ, മൊബിലിറ്റി ബാരിയേഴ്സ്, ആക്സിഡൻറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കോസ്റ്റ്, കൺസ്യൂമർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ട്രാഫിക് കൺജഷൻ കൊണ്ട് എങ്ങനെയാണ് ഇത് എക്കണോമിക്കലി എഫക്റ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു റോഡിൽ ട്രാഫിക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കുറയും. ഇതാണ് എക്സാക്ട്ലി ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൊബിലിറ്റി ബാരിയേഴ്സ്. എന്താണ് മൊബിലിറ്റി ബാരിയേഴ്സ്? മൊബിലിറ്റി ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഹെവി ട്രാഫിക് വരുന്ന സമയത്ത് വെഹിക്കിൾസിൻ്റെ സ്പീഡ് എന്നുള്ളത് ലിമിറ്റഡ് ആയിരിക്കും. ഒരു മാക്സിമം സ്പീഡിൽ കൂടുതൽ പോകാൻ പറ്റില്ല. ഇതാണ് മൊബിലിറ്റി ബാരിയർ എന്ന് പറയുന്നത്, അതിൻ്റെ സ്പീഡിനെ റെഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹയർ ട്രാഫിക് ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആക്സിഡൻറ്റ്സ് കൂടാനുള്ള ചാൻസ് കൂടാണ്. അതുകൊണ്ട് ക്രാഷ് ഡാമേജസ് ഉണ്ടാവും. അത് നമ്മൾ എക്കണോമിക്കലി ഡയമെൻഷനായിട്ട് പറയാം. ഓക്കെ, ഇനി സോഷ്യൽ ഡയമെൻഷനാണ് നമ്മൾ പറയുന്നതെങ്കിൽ, സോഷ്യൽ ഡയമെൻഷൻ
ഇൻഇക്വിറ്റി ഓഫ് ഇമ്പാക്റ്റ്. എല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. മൊബിലിറ്റി ഡിസഡ്വാൻറ്റേജ്ഡ്, ഹ്യൂമൻ ഹെൽത്ത് ഇമ്പാക്റ്റ്, കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ, എസ്തെറ്റിക്സ്. ഇത്രയും സോഷ്യൽ ഡയമെൻഷൻസ് ആണ് എക്സാക്ട്ലി എന്തിനുള്ളത്, നമ്മുടെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് എന്നുള്ള പാർട്ടിനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ അച്ചീവിങ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ. ഈ 10 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് കംപ്ലീറ്റ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എൻകറേജിങ് സൈക്ലിംഗ് ആൻഡ് വാക്കിംഗ് കൾച്ചർ. ഇങ്ങനെ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും, സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. എൻകറേജിങ് സൈക്ലിംഗ് ആൻഡ് വാക്കിംഗ് കൾച്ചർ. സെക്കൻഡ് വൺ, പ്രയോറിറ്റി മസ്റ്റ് ബി ഗിവൺ ടു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നതിന് പകരം പബ്ലിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ്റെ മെയിൻ സ്ട്രാറ്റജിയാണ്, അത് അച്ചീവ് ചെയ്യാനുള്ള അല്ലേ. മൂന്നാമത്തെ നോക്കുക, യൂസ് ഗ്രീൻ വെഹിക്കിൾസ് ഓർ ഇലക്ട്രിക് വെഹിക്കിൾസ്. നാലാമത്തെ നോക്കുക, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ നമ്മൾ പറഞ്ഞു. നാലാമത്തെ പോയിന്റ് എൻകറേജിങ് ഷെയറിംഗ് ഓഫ് ജേണി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷെയറിംഗ് ഓഫ് ജേണി എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ പൂളിംഗ് എന്നുള്ള സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു കാർ പൂളിംഗ്? ഒരു കോമൺ ഡ്രൈവർ, അതിൽ 3 അൺനോൺ പേഴ്സൺസ്, ഇങ്ങനെ ഒരു കാറിനെ മ്യൂച്വലി ഷെയർ ചെയ്യുകയാണെങ്കിൽ കാർ പൂളിംഗ്. ഇതുപോലെ തന്നെയാണ് സ്കൂട്ടർ പൂളിംഗ്. ബൈക്ക് എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ള 2 പേര് മ്യൂച്വലി ഷെയർ ചെയ്യുക, അതിനാണ് സ്കൂട്ടർ പൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷന്. അഞ്ചാമത്തെ പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ ഡെവലപ്പിംഗ് ആൻഡ് എഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ ഒരു എഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ സ്ട്രാറ്റജി. ആറാമത്തെ സ്ട്രാറ്റജി നോക്കുക, യൂസ് ഓഫ് ഹൈബ്രിഡ് വെഹിക്കിൾസ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഹൈബ്രിഡ് വെഹിക്കിൾസ്? ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഫ്യൂവലും അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസലും അതുപോലെ സോളാറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിനെ ഹൈബ്രിഡ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഫ്യൂവൽ മെക്കാനിസംസ് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയാം. ഹൈബ്രിഡ് വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഏഴാമത്തെയാണ് ട്രാഫിക് കൺജഷൻ കോസ്റ്റ് ആൻഡ് റോഡ് ആക്സിഡൻറ്റ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഇൻക്രീസിങ് റെയിൽ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇത് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗമാണ്. കൂടുതൽ റെയിലും വാട്ടർ ട്രാൻസ്പോർട്ടും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എക്സാമ്പിളാണ്. എട്ടാമത്തെ പോയിന്റ് നോക്കുക, ഡെവലപ്പിംഗ് എ ലോങ് ടേം സ്ട്രാറ്റജിക് വിഷൻ ഓഫ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് പോളിസി. സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് പോളിസിൻ്റെ ഒരു ലോങ് ടേം സ്ട്രാറ്റജിക് വിഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എട്ടാമത്തെ ഗോളാണ്. 9th കൊണ്ട് നോക്കുക, എഫിഷ്യൻറ്റ് വെഹിക്കിൾ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ പീരിയോഡിക് സർവീസ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ മാക്സിമം പൊല്യൂഷൻ കൂടാനുള്ള കാരണം പ്രോപ്പർ സർവീസിങ് ചെയ്യാത്തതുകൊണ്ടാണ്. കറക്റ്റായിട്ടുള്ള സർവീസിങ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളൊരു പാരാമീറ്റർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെഹിക്കിൾസിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അങ്ങനെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ് നോക്കുക, ടേക്ക് ആക്ഷൻ ടു റെഡ്യൂസ് നോയ്സ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജിക് ആക്ഷൻസ് നടപ്പിലാക്കുക എന്ന് പറയുന്നതാണ് 10ാമത്തെ സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നമുക്ക് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇതോടെ നമ്മുടെ ടോപ്പിക് കവറായി. അപ്പോൾ നമ്മൾ മൊത്തം സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് എന്താണ് സസ്റ്റൈനബിലിറ്റി, അതിൻ്റെ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് അല്ലേ, അതിൽ ഏതൊക്കെ ഗോൾസ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. നമ്മൾ അതിനി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യും. സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചത് എന്താണ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്താണ്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതുപോലെ ഗ്ലോബൽ വാർമിംഗ് എന്താണ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്താണെന്നൊക്കെ പഠിച്ചു. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ അതിൽ കുറേ കോമൺ സ്റ്റാൻഡേർഡ്സ് പഠിച്ചു സസ്റ്റൈനബിലിറ്റീൻ്റെ അല്ലേ. ഏതൊക്കെ എന്താണ് ലൈഫ് സൈക്കിൾ അനാലിസിസ്, ബയോമിമിക്രി എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കുലർ എക്കണോമി എന്താണ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പഠിച്ചു ഡീറ്റെയിൽ ആയിട്ട്. നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എന്ത് പഠിച്ചു, റിസോഴ്സ് ആൻഡ് യൂട്ടിലൈസേഷൻ പഠിച്ചു. അതായത് കൺവെൻഷണൽ എനർജി എന്താണ്, നോൺ കൺവെൻഷണൽ എനർജി എന്താണ്, സോളാർ സെല്ല്, ഫ്യൂവൽ സെല്ല്, വിൻഡ് എനർജി, സ്മോൾ ഹൈഡ്രോ പ്ലാന്റ്സ്, ബയോഫ്യൂവൽ, എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷൻ ആൻഡ് ജിയോ തെർമൽ എനർജി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 4 പഠിച്ചു. മൊഡ്യൂൾ 5 നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചത് അതിൽ എന്താണ് സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, ഹൗ ടു ഇൻക്രീസ് ദി എനർജി എഫിഷ്യൻസി ഇൻ ബിൽഡിംഗ്, വാട്ട് ഈസ് മീൻ ബൈ ഗ്രീൻ എഞ്ചിനീയറിംഗ്, വാട്ട് ഈസ് സസ്റ്റൈനബിൾ അർബനൈസേഷൻ, വാട്ട് ഈസ് സസ്റ്റൈനബിൾ സിറ്റി ആൻഡ് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനിനി ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് റിവൈസ് ചെയ്യും. നോട്ടുകൾ ഒന്നും കൂടി നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് തരാം. അത് വെച്ചിട്ട് നിങ്ങൾ സസ്റ്റൈനബിൾ പഠിക്കുക. താങ്ക് യു.